ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കുക്കിംഗാണ്. പിന്നെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മുട്ടച്ചാറാണ് കേട്ടോ. ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടച്ചാറാണ്. തേങ്ങ അരക്കാണ്ട് വെക്കണ ഉള്ളിച്ചാറ് പോലെ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൺചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിടിയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മീൻ കറി വെക്കുന്ന ഒരു സ്റ്റൈലിലൊക്കെയാണ് കേട്ടോ അത് വെക്കുന്നത്. അത് കഴിഞ്ഞ് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ടൊരു തക്കാളി കൂടെ കനം കുറച്ച് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുക കേട്ടോ. സാധാരണ ഞാൻ പച്ചമുളക് എണ്ണയിലിട്ട് പൊടിക്കാനാണ് പതിവ്. ഇന്ന് എനിക്കത് മറന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് കേട്ടോ പച്ചമുളക് ഇട്ടത്. ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയപ്പോൾ അതിലോട്ട് ഇടാനുള്ള മസാലകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായി ഉടഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അത് ഞാൻ സ്പൂണിലല്ല ഇട്ടിരിക്കുന്നത്. ഞാൻ ആക്കി വെച്ചിട്ട് ഇടുന്നതിൻ്റെ അടപ്പിൽ തന്നെയാണ് കേട്ടോ ഞാനത് ഇടാറ്. അതാണ് എൻ്റെ ഒരു കണക്ക്. അത് കഴിഞ്ഞ് 1.5 സ്പൂൺ മുളക് പൊടി ഇടുക കേട്ടോ. എരിവും പുളിയൊക്കെ നല്ല മുമ്പിൽ നിൽക്കണം. അത് കഴിഞ്ഞ് 1.5 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മസാല മണമൊക്കെ ഒന്ന് പോയ ശേഷം അതിന് വേണ്ടത് ഈ വലിപ്പത്തിൽ കുടംപുളിയില്ല, വാളംപുളിയാണ് കേട്ടോ. അപ്പോൾ വാളംപുളി ആവശ്യത്തിന് വെള്ളം എടുത്ത് അതിലിട്ട് ഇട്ട് വെക്കാം കേട്ടോ, ഒന്ന് കുതിരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മസാല മണമൊക്കെ പോയി ഒന്ന് ഫ്രൈ ആയി വന്ന് പിന്നെ നമുക്ക് വെള്ളത്തിലിട്ട പുളി പൊഴിഞ്ഞ് ഇതിലോട്ട് അരിച്ചൊഴിക്കും. പുളി പിഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു സംഭവം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി തിളക്കട്ടെ. വെള്ളം പോരെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് തിളയ്ക്കാൻ വിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് എന്താ ഞാൻ ചേർക്കേണ്ടത് പറഞ്ഞാൽ കോഴിമുട്ടയാണ് കേട്ടോ. ഒരു കോഴിമുട്ട മണത്തിന് മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നുള്ളൂ. പുഴുങ്ങിയതൊന്നും ചേർക്കണില്ല. പച്ചമുട്ട ഉടച്ചൊഴിക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച് വരുന്ന സമയത്താണ് കേട്ടോ മുട്ട ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇല്ലാന്ന് വെച്ചാൽ കലങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതൊന്ന് അടച്ചിട്ട് മുട്ട വേകുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, മുട്ട വേകേണ്ട സമയം മാത്രം. ഇപ്പോൾ തിളച്ച് മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഒഴിച്ചതും ഇളക്കണ്ട, അപ്പോഴും ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മുട്ട വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കിയതാണ്. ഇനി ഇതൊന്ന് ഒന്നുകൂടെ തന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വിടുക. അപ്പോഴേക്ക് ഇത് തിളച്ച് ഒന്ന് തിക്കായി വരും കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തിളയെല്ലാം മാറി ചൂടൊക്കെ ആറുമ്പോഴേക്കും ഒന്നുകൂടെ വറ്റി വരും കേട്ടോ. അപ്പോൾ മീൻകറി വെക്കുന്ന പോലെ അതൊരു ടേസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. പകരം ചേർത്തിരിക്കുന്നത് മീനല്ല, മുട്ടയാണ്. അപ്പോൾ ഇതാണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട്. ചൂടൊക്കെ ആറുമ്പോൾ ഒന്നുകൂടെ കുറുകും. അപ്പോൾ ഇതിന് കറി കുഞ്ഞു മത്തി വറുക്കാനുണ്ട് കേട്ടോ. അതും പിന്നെ ഞാൻ പപ്പടവും കൂടെ വറുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കറി ഞാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. ആ ഒരു മുട്ട ചേർത്തിക്കുന്നത് അതൊരു മണത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ പപ്പടവും കൂടെ വറുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 8 മണിയാണ് കേട്ടോ. 8 മണിക്ക് ഇതൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് 2 പേര് ക്ലാസ്സിൽ പോകുന്നില്ല, അപ്പോൾ അവർക്കുള്ള ഫുഡാക്കിയിട്ട് പോകണം കേട്ടോ. മീൻ ഞാൻ എടുത്ത് മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതെടുത്ത് വെളിയിൽ വെക്കും. അപ്പോൾ ഉച്ചക്കൊക്കെ വരുമ്പോൾ വറുത്ത് കഴിക്കണ്ട, വറുത്ത് വയ്ക്കാറില്ല. പപ്പടം കൂടെ വറുത്ത് ഞാനൊരു ടിന്നിലാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറിനുള്ള പരിപാടി നോക്കിയത്. അപ്പോൾ ഇനി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് റെഡി ആയിട്ട് പോകണം. ഞാൻ പോയിട്ട് വേണം ഇനി കട തുറക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.